കേൾക്കുമെന്നറിയില്ല. ഞങ്ങൾ അങ്ങനെ വീണ്ടും ഒരു ട്രിപ്പ് പോകാൻ പോവാണ്. ഞാന് ഇന്നലെ ഇവിടെ വന്നു, അതിവിടെ സ്റ്റേ ചെയ്തു. അങ്ങനെ നേരെ ഞങ്ങളുടെ അങ്ങോട്ട് വിട്ടേക്കാണ്. അപ്പം കേൾക്കുന്നുണ്ട്. ഞങ്ങളുണ്ടല്ലോ ഏതോ എന്താ കുണ്ടന്നൂർ എന്തോ സ്ഥലം പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഇവിടെ സ്റ്റക്കായി നിൽക്കാണ്. എന്നിട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് ഓട്ടോ ഒന്നുമില്ല, ഞങ്ങൾ ഇങ്ങനെ നടന്നു പോവാ. ഒരു ട്രിപ്പിന് വേണ്ടി ഞങ്ങൾ പെടുന്ന ഒരു കഷ്ടപ്പാട്. ആ ഒരു മൊമെന്റിന് വേണ്ടി. ബാക്കിലൊരു ചേട്ടനുണ്ട്, ഇഗ്നോർ ദാറ്റ് ചേട്ടൻ. ഓക്കെ ഓക്കെ ബൈ. ഗൈസ്, ഞങ്ങൾ എന്തിനാ പോണേ? കയാക്കിംഗ്. യെസ്, ഞങ്ങൾ കയാക്കിന് പോണത്. എല്ലാരും ബാക്കിലുണ്ട്. ഓരോരുത്തർ ഹായ് പറഞ്ഞു വെക്കോ. ഹായ് 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 ഹായ്. എന്തിനാ പോയെന്ന് കൂടെ പറഞ്ഞിട്ട് വെക്കോ. നമ്മള് ഇപ്പോ കയാക്കിങ്ങിനാണ് പോകുന്നത്. ലെറ്റ്സ് എൻജോയ്. നമ്മള് ട്രിപ്പ് പോവാണ് ഗൈസ്. കയാക്കിങ്ങും പിന്നെ സോപ്പി ഫുട്ബോളും. ഹലോ ഗൈസ്. ഇവർ കയാക്കിങ് ചെയ്യുമ്പോൾ ഞങ്ങൾ നോക്കി നിൽക്കാൻ പോകും. വീണ് കഴിഞ്ഞാൽ ബാക്കി വീഡിയോ ഞങ്ങൾ എടുക്കുന്നതായിരിക്കും. അപ്പൊ ഞങ്ങൾ കയാക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ടാണുള്ളത്. എല്ലാവരും ഉണ്ട്. ഫസ്റ്റ് ഇങ്ങോട്ടേക്ക് എത്തി. അവരൊക്കെ ആദ്യമേ അവിടെ പോയിട്ടുണ്ടായി, അഹിമോന്റെ വീട്ടിൽ പോയിട്ടാണ് വന്നിട്ടുണ്ടായത്. എന്നിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഓക്കെ, കാണിച്ചു തരാം. ദേവിക കൃഷ്ണ കയാക്കിംഗ് ചെയ്യാൻ പോവാണ്. ഓക്കെ, മനസ്സിലായോ? ഇങ്ങനെ ജീവമരണ പോരാട്ടം. അജു പേടിയുണ്ടാ? ഇല്ല, പോയിട്ട് വരട്ടെ. പോയിട്ട് വരും. അപ്പൊ ഞങ്ങള് കയാക്കിങ്ങിന് പോയിട്ട് കാണാം. അടുത്ത് തുഴയുന്ന അവന് ജീവൻ വേണം. നിങ്ങളുടെ വണ്ടി ദേവു ബൈ ബൈ. അജു ഓക്കെ ബൈ. തെന്നി വീഴല്ലേ? അജു ബൈ. അജു കിളിയുടെ മരമറിയുമ്പോൾ കാവാനം കടവിൽ ചെല്ലച്ചെറുകുഴലൂതിയിരിക്കും ചോലക്കുയിലോതി. കളിരിട്ട കടലികൾ വിളിക്കുന്നുണ്ട് അവളെ നിലവയിൽ വളയിട്ട കൈയോടെ. ഹായ് ഗായ്സ്,
അപ്പോൾ ഞങ്ങൾ കയാക്കിങ്ങിന് വന്നതാണ്. ഇപ്പോൾ ഒതളങ്ങ തുരുത്തിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ബാക്കിലാണ്. അജുപോൾ, ഡോക്ടർ അജുപോൾ ആൻഡ് ഡോക്ടർ രവിക കൃഷ്ണ ഇസ് ഹിയർ, ചെമ്പ ഇസ് ഹിയർ ആൻഡ് ഓൾസോ വെള്ളായിനി. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഞങ്ങൾ പോകാൻ പോകുന്ന സ്പോട്ട് സോപ്പി ഫുട്ബോൾ ആണ്. സി യു നെക്സ്റ്റ്. എന്നിട്ടോ ഓനിക്ക് നീന്താൻ അറിയാലോ. കണ്ണടൊക്കെ മാറ്റി വെച്ചല്ലോ. പ്രിയ സൈഡായി. രണ്ടു വട്ടം ഇതുപോലത്തെ വണ്ടി നീ ഓടിച്ചിട്ടുണ്ടോടാ? ഫാദറിന് പറയടാ. എടാ ഇതിന്റെ ബ്രേക്ക് എവിടെയെന്ന് അറിയാൻ വേണ്ടിട്ടാണ് ചോദിച്ചത്. കാലം ദേവു 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 എങ്ങനെയുണ്ടായിരുന്നു താങ്കളുടെ എക്സ്പീരിയൻസ്? സംഭവം സെറ്റാണ് ഗൈസ്. നിങ്ങൾ ലൈഫിൽ വൺ ടൈം എങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം. ഇതെല്ലാരും എക്സ്പീരിയൻസ് ചെയ്തതാണ്. ബാക്കിൽ അജിരുന്ന് ചൊഴി ഇവള് ഒരു പാടി എടുക്കൂല. ബാക്കിൽ വീടിട്ട് 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 അവർക്ക് ക്യാമറ ഇങ്ങനെ കൊണ്ടെത്തുമ്പോ അങ്ങനെ ഞങ്ങൾ കയാക്കിംഗ് ഒക്കെ ചെയ്തു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല രസം, അടിപൊളിയാണ്. കെസു പറയും. കെസു പറ, എന്തായിരുന്നു എക്സ്പീരിയൻസ്? രണ്ടായിട്ട് പോകാൻ നല്ലത്, ഒറ്റയ്ക്ക് പോകാൻ ശോക ഗൈസ്. ഞാനും അജും കൂടിയാണ് കയറിയത്, അതുകൊണ്ടാണ് അടിപൊളിയായിരുന്നു. പക്ഷെ അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അടുത്ത് നമ്മൾ എങ്ങോട്ടേക്കാ പോകുന്നത്? നമ്മൾ ഞങ്ങൾ അങ്ങനെ എവിടെ വന്നു? കളിക്കാനായിട്ട് വന്നു. സോപ്പി ഫുട്ബോൾ കളിക്കാൻ. യെസ്, ഇവരൊക്കെ ഇനി ഡ്രസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ ആരും കയറി, ഞങ്ങൾ 2-3 പേര് കയറുന്നില്ല കേട്ടോ. ബാക്കി ഇവരൊക്കെ കയറുന്നത്. നമുക്ക് എന്നിട്ട് ഇവരുടെ കളി കാണാൻ കഴിയും. ഇത് അവരൊക്കെ ഇവിടെ ഡ്രസ്സ് മാറാൻ വേണ്ടിട്ട് ഇതേ പോണു. ഞങ്ങൾ കുറച്ചു പേര് കേറുന്നില്ല. ഫുട്ബോൾ കളിക്കുന്നില്ല ഗൈസ്. അതെ, കളിക്കാനുള്ള സ്റ്റാമിന എനിക്കില്ല ഗൈസ്. നമുക്ക് അവരുടെ കളി കാണാം. കാവടി കളിച്ചു പോയ ആളാ ട്രാജഡിയായിട്ട് കിടക്കണ കണ്ടില്ലേ? ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട് ഗൈസ്.
ഞങ്ങളങ്ങനെ റൂമിലെത്തി. ചിങ് 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 ചിങ്. Colors and promises. How to be brave? How can I love when I'm afraid to fall? Watching you stand alone, all of my doubt suddenly goes away somehow. One step closer. I have died every day waiting for you, darling. Don't be afraid. I have loved you for 1,000 years. അച്ഛനമ്മ ഞാൻ അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പൊ ഇപ്പൊ ഒരാളും കൂടെ വന്നു. അപ്പൊ കുറച്ചുകൂടെ രസമുണ്ട് എല്ലാ കാര്യങ്ങളും പറയാൻ. പിന്നെ എല്ലാ ഉടായ്പയും കൊടുക്കാൻ. അതായത് ഇപ്പൊ അമ്മയാണ് ഇപ്പൊ എനിക്ക് വയ്യാന്നുണ്ട് അമ്മ പറഞ്ഞു നീ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അമലാണ് അമ്മേനോട് പറഞ്ഞ് സമ്മതിച്ചു. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾക്ക് അഡ്വാൻറ്റേജസ് ഉണ്ട്. പിന്നെ വേറൊരു ഫാമിലി രസമുണ്ട്. പറയൂ. ഭയങ്കര പോസിറ്റീവ് ആണ്. അതായത് നെഗറ്റീവ് എന്നൊരു കാര്യമില്ല. എന്ത് പറഞ്ഞാൽ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ആളെ അത് പോസിറ്റീവ് തന്നെയാണ്. അതായത് നോ എന്നൊരു കാര്യമില്ല. അപ്പൊ ഞാൻ ചോദിക്കും നിനക്ക് ദേഷ്യം വരുന്നില്ല, ഇല്ല, അപ്പോഴും ചിരിച്ചോണ്ടിരിക്കും. അതാണ് ഒരു കാര്യം. ഭയങ്കര സപ്പോർട്ടീവ് ആണ്. അതായത് എല്ലാ കാര്യത്തിലും. അതിപ്പം ഞാനിപ്പം വിളിക്കണം അങ്ങനെയൊന്നുമില്ല. അതായത് നിനക്ക് നിന്റെ കാര്യമാണ് എപ്പോഴാണോ ഫ്രീ ആവുന്നത് അപ്പൊ വിളിച്ചു. അങ്ങനെ ഇന്ന സമയത്ത് ചോദിക്കോ അതാണ് ക്വസ്റ്റ്യൻ. നീ എങ്ങനെ ഉറപ്പിച്ചത് വീട്ടിൽ അതായത് ഒന്നാമത്തെ കാര്യം ഞാൻ എനിക്ക് ഭയങ്കര വോയിസ് ആയിട്ടൊക്കെ എന്താ പറയാ ഒരാളെ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്റെ കൂടെ ലൈഫ് ലോങ് ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ പറയാൻ പറ്റില്ല. നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ലൈഫ് ലോങ് നിൽക്കുന്ന ഒരാളെന്ന് പറയുന്നത് അല്ല ആക്ച്വലി അവളൊന്നും കെയറിങ് അല്ല. എന്നെ ഏത് നേരം വിളിക്കുന്ന വ്യക്തിയല്ല. ഏത് നേരം എനിക്ക് റിലേഷൻ ഇല്ലാതെ പെട്ടെന്ന് റിലേഷനിലേക്ക് ആവുമ്പോഴുള്ള സംഭവം ഉണ്ടാവില്ല. ഏത് നേരം വിളിക്കണം, അപ്ഡേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് ഇത് മുന്നത്തെ കാര്യങ്ങളൊക്കെ പറയണം. സാറ് പറഞ്ഞു ഇങ്ങനെ എടാ നിങ്ങളെ സമ്മതിക്കണം, നിങ്ങൾ ട്രിപ്പ് ഒക്കെ പോകുന്നുണ്ടല്ലോ, അത് നിങ്ങളെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ തുടങ്ങി. അതൊക്കെ എനിക്ക് ഭയങ്കര ഗൂസ്ബം മൊമെന്റ് ആയിരുന്നു. കാരണം അത് ശരിയാ, സാറ് പറഞ്ഞാൽ ശരിയാ, നമ്മളെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അത് ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല അഹങ്കാരമുണ്ട്, ഭയങ്കര അഹങ്കാരമുണ്ട്. കാരണം ഇങ്ങനെ ഒരു ബാച്ച് ഇല്ല. അപ്പോ നമുക്ക് അഹങ്കരിക്കാം. ഇങ്ങനെ ഒരു ബാച്ച് വരത്തില്ല അത്രേ ഉള്ളൂ. മെയിൻ ആയിട്ടുള്ള ദ സെന്റർ പിക്ചർ ഓഫ് ദിസ് ചാനൽ. ഹിയർ വി ഹാവ് അവർ ദേവിക കൃഷ്ണ. സോ ദേവിക കൃഷ്ണയെ കുറിച്ച് രണ്ട് വാക്ക് പറയാനെന്ന് എനിക്ക് തോന്നി. തലൻ്റെ ഉള്ളിൽ ബുദ്ധി എന്ന് പറയുന്ന സാധനമില്ല.